ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്യുന്നത് സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കൂടി പറ്റിയൊരു സ്നാക്കാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഇവിടെ 4 കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് 250 ml കപ്പിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള കറക്റ്റ് മധുരമാവും. 4 ഏലക്ക കൂടി ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പൊടിച്ചെടുത്ത മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാം, അതായത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ കേട്ടോ. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-25 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് റവയാണ്. നമ്മളിത് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും ടേസ്റ്റ് ഒന്ന് കൂടാനും നല്ലതാണ്. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം പാട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിങ്ങനെ മിക്സാക്കി നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി മൈദ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. നല്ല ടൈറ്റ് ആകാൻ പാടില്ല. നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് നല്ല ഹാർഡാകും. അപ്പോൾ കുറച്ച് ലൂസോട് കൂടിയാണ് വേണ്ടത്. നമ്മളിതിങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ റവ ചേർത്തിട്ടുണ്ടല്ലോ, ആ റവ ചേർത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നമ്മളിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയത്ത് ഇതൊന്ന് ടൈറ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരുപാട് ടൈറ്റിൽ ഇങ്ങോട്ട് മാവ് കുഴക്കരുത്. പിന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 കപ്പ് മൈദയും പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയുമാണ് ചേർത്തത്. 1/4 കപ്പ് റവയുമാണ് ഈ 4 മുട്ട എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തത്. ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്തത് പാകത്തിനുള്ളൊരു മധുരമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. കപ്പ് തന്നെ അളവ് വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഗ്ലാസ് വല്ലതും ചായ കുടിക്കുന്ന ഗ്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവിനെടുത്താൽ മതിയേ. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ, ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ മൊത്തത്തിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കൈ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഈ പാത്രത്തിൽ നിന്ന് ഈ നമ്മുടെ എണ്ണ തടകിയിട്ടുള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സ്പാച്ചില കൊണ്ട് ഇതുപോലെ എന്നിങ്ങനെ ഒന്ന് ഇളക്കി ഇന്നൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് അയഞ്ഞു വരും. ഇനി നമ്മൾ കൈ കൊണ്ടിട്ട് മിക്സ് ആക്കണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു 15 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുറച്ചുകൂടി നല്ല പൊങ്ങി നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്ക് കിട്ടും. ഒരു 15 മിനിറ്റ് വെക്കുന്നുള്ളൂ, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ എടുത്താൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ചുവ ഉണ്ടാവും. ഇതിന് ഈ ഒരു സ്നാക്കിന് നമ്മൾ സാധാരണ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് കണ്ടോ. ഇനി നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ എണ്ണ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ പുകഞ്ഞു പോകരുത്. അതാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറക്കണം കേട്ടോ. മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുക. നമ്മളിത് അത്യാവശ്യം ചെറിയ രീതിയിലാണ് ബോളാക്കി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചൊന്ന് ആയി വരുമ്പോൾ നന്നായിട്ടൊന്ന് വീർത്ത് വരും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ 4 മുട്ടയും ചേർത്തിക്കണം, 1 പിഞ്ച് അപ്പസോഡയും ചേർത്തിക്കണം. അതുകൊണ്ടാണ് ഇത് ഇത്രയധികം പൊങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പൊങ്ങണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പസോഡ ഒഴിവാക്കിയിട്ട് നിങ്ങളിതൊരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ തന്നെ റെഡിയായി വന്നോളൂ. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, പുറത്ത് കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇതൊരു പഴയകാല വിഭവമാണ്. പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്നാക്കാണ്. പണിയും എളുപ്പമാണ്. കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ വരുമ്പോൾ ചൂട് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് കഴിച്ചാൽ കൂടുതലധികം ഒരുപാട് നമ്മൾ കഴിച്ചു പോകും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലൊരു സ്നാക്കാണ് ഇപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന 3-4 ചേരുവകളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.
ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ ഒരു ടെൻഷനും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കാനും പറ്റുമല്ലോ, കേടൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഞാനിതിവിടെ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചൂട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഒരു ലൈക്ക് തരാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.